സോ ഇന്ന് ഞാൻ കുറച്ച് ഹാപ്പിനെസ് ഓവർലോഡഡ് ആണ് ബിക്കോസ് ഇന്ന് എൻ്റെ 2 ചേട്ടന്മാരും വരികയാണ്. അപ്പു ചേട്ടൻ ആസ് യൂഷ്വൽ എൻ്റെ ബ്രൈറ്റൺ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഐ ഹാവ് എ ബ്രദർ, മൈ കസിൻ ബ്രദർ ഈസ് ഇൻ ബ്രൈറ്റൺ. ആൻഡ് ചേട്ടൻ നാട്ടിലെ വെക്കേഷന് പോയിരിക്കുകയായിരുന്നു. ചേച്ചിയും ചേട്ടനും കൊച്ചും ഇന്നിവിടെ വരികയാണ്. ആൻഡ് അത് മാത്രമല്ല, ഐ ആം ഗോയിങ് ടു സീ മൈ ജിബിൻ ചേട്ടൻ. ജിബിൻ ചേട്ടൻ ഈസ് ലൈക്ക് എൻ്റെ അപ്പയുടെ ചേട്ടൻ്റെ മോനാണ്. ആൻഡ് വി ആർ കൈൻഡ് ഓഫ് ലൈക്ക് ഗ്രോൺ ടുഗെദർ എന്നൊക്കെ പറയുന്ന പോലെ. ഹീസ് മൈ ബിഗ് ബ്രദർ. അപ്പോൾ സോ ചേട്ടൻ ആക്ച്വലി വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇന്ന് മാത്രമേ എനിക്ക് ചേട്ടനെ കാണാൻ പറ്റത്തുള്ളൂ. ചേട്ടൻ വരുമ്പോൾ ഇപ്പോൾ 1 വർഷമായില്ലേ, ഞാൻ 1 വർഷം ആകാറായി ഇവിടെ വന്നിട്ട്. സോ അമ്മ കുറച്ച് എന്താ പറയുക, അമ്മേൻ്റെ കുറച്ച് കൈപ്പുണ്യം സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഞാൻ നാട്ടിൽ എൻ്റെ കുറേ ഡ്രസ്സും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. സോ അതൊക്കെ കൊണ്ടാണ് ചേട്ടൻ വരുന്നത്. ബിക്കോസ് ചേട്ടന് വലിയ ലഗേജ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, പുള്ളി അബദ്ധത്തിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഞാൻ വരുന്നുണ്ട്, എന്തെങ്കിലും കൊണ്ടുവരണോ? കൊണ്ടുവരും. കുറേ സാധനങ്ങൾ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹീ ഈസ് കമ്മിങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടനുമായിട്ട് ഒന്ന് കറങ്ങാൻ പോവാന്ന്. ബിക്കോസ് ചേട്ടൻ ന്യൂയോർക്കിലായിരുന്നു. ഇപ്പം ലണ്ടൻ കറങ്ങിയിട്ടില്ല പുള്ളിയുമായിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ ഐ എം സോ ഹാപ്പി. ഹാപ്പിനെസ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വൈ ഗോഡ് വൈ അറിയില്ല, കുട പിടിച്ചാണെങ്കിൽ ഞാൻ പോവും. സോ മേഘരവീന്ദ്രൻ വരുന്നുണ്ട് കേട്ടോ. മേഘരവീന്ദ്രൻ ഇന്ന് ഷിഫ്റ്റിന് വായിക്കാം. അവളപ്പം നേരെ ഞങ്ങളുടെ അടുത്തോട്ട് ജോയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എവ്രി വൺ വോണ്ട് ടു സീ മേഘരവീന്ദ്രൻ. ഇതൊരു കഷ്ടം. എൻ്റെ വീട്ടുകാർക്കും കസിൻസിനും എല്ലാവർക്കും ഇപ്പം മേഘരവീന്ദ്രൻ ഫേമസ് ആണ്. മേഘരവീന്ദ്രൻ ഈസ് ഓൾസോ ദ സിസ്റ്റർ. അപ്പോൾ മേഘരവീന്ദ്രനോട് ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ദം. ഇവിടെ ഫാരിങ്ടണിലെത്തി ഫോർ എലിസബത്ത് എടുക്കാനായിട്ട്. ആഫ്റ്റർ അറൗണ്ട് ഒരു 1 ഇയർ ആവാറായെന്ന് തോന്നുന്നു ഞാൻ ഹെത്രു കണ്ടിട്ട്. അയ്യോ, കരഞ്ഞ് പിഴിഞ്ഞ് വന്നിറങ്ങിയ ഹെത്രു. അന്ന് എനിക്ക് അപ്പുച്ചേട്ടനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പുച്ചേട്ടനും കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തീർന്നു തന്നെ. അപ്പുച്ചേട്ടൻ വന്ന് എനിക്ക് ആ ഒരു ലക്ക് എനിക്കുണ്ട് കേട്ടോ. ബിക്കോസ് ഞാനിവിടെ വന്നിറങ്ങുമ്പോൾ എനിക്ക് നേരെ കയറി ചെല്ലാൻ വീടുണ്ടായി, ചേട്ടനുണ്ടായി, ചേച്ചി ഉണ്ടായി, ഫുഡ് ഉണ്ടാക്കി തരാൻ ആൾക്കാരുണ്ടായി. ആൻഡ് ഐ എം ബ്ലെസ്ഡ് ഓൺ ദാറ്റ്. പിന്നെ ഇപ്പോൾ ദാ ജിബിൻ ചേട്ടൻ വരുന്നു. പിന്നെന്താ, ഓണം വരികയാണല്ലോ. സോ ഓണത്തിൻ്റെ സമയത്ത് ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല. സോ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധം. എല്ലാ ഓണത്തിനും ഷീ ഡ്രസ് മീ അപ്പ്. സോ ഇപ്രാവശ്യം അമ്മയ്ക്ക് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ. സോ അങ്ങനെ അമ്മ ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ജിബിൻ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പറയുന്നതല്ല കേട്ടോ, എൻ്റെ മുമ്പിൽ വെച്ചാൽ പാക്ക് ചെയ്തത്. പിന്നെ എനിക്ക് മാത്രമല്ല, മേഘയ്ക്കും എന്താ പറയുക, ഓണത്തിൻ്റേതായിട്ടുള്ള കുറേ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സാരി ഇരിപ്പുണ്ട്, ചുച്ചു ആൻറ്റി തന്നെ. അപ്പോൾ കുറച്ച് ബ്ലൗസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അമ്മ അവൾക്ക് വേണ്ടിയിട്ടും കൊടുത്തു വിടണമെന്നാണ് പറഞ്ഞത്. എന്താ ടച്ച് വുഡ്. ഇനിയിപ്പം ഞാൻ നേരെ ചേട്ടൻ്റെ അടുത്തോട്ട് പോവാം. ചേട്ടൻ ആക്ച്വലി വന്നു, അവരിപ്പോൾ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോവാം. ഫസ്റ്റ് ടൈം ഹിയർ ആൻഡ് എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കുമെന്ന് ആലോചിക്കുക. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ട്രെയിൻ വന്ന് ഇറങ്ങിയ. Excited. So he said he's coming downstairs and മിക്കവാറും കറക്കമൊന്നും ഉണ്ടാവില്ലെന്നാ തോന്നണേ. എന്താ പിന്നല്ലാണ്ട് ലുക്കിൽ വരണ്ടേ? ഞാൻ എന്തായാലും ഫോണും കൊണ്ട് നടക്കുമെന്ന് അറിഞ്ഞൂടെ? ഇത് വീഡിയോയില്ല. ജിൻചേട്ടൻ വരുന്നില്ല ഗൈസ്.
പുറത്തേക്ക് ഇറങ്ങാൻ? ഇവളുടെ പൈസ ഇല്ലെന്ന്. പിന്നെ എന്റെ പൈസ ഒക്കെ ഉണ്ട്, ഞാൻ വന്നിട്ട് പിച്ചെടുത്തോണ്ടിരിക്കുക. നാണല്ലേ നിങ്ങക്ക്? ഞാനിടും ഇവിടെ. എന്താണ് US വിസയും ഡോളർ ഇങ്ങനെ കെട്ടുകണക്കിന് കയ്യിലുണ്ടായിട്ട് നാണുണ്ടോ? ട്യൂബ് ആവശ്യത്തിനുള്ള ബ്യൂട്ടിഫുൾ ഒക്കെ ഉണ്ട്. നമ്മള് കണ്ടത് ഇരട്ടകളെ പോലെ ഇരിക്കുന്നു ചേട്ടാ. ചേട്ടനെ നമ്മുടെ ട്യൂബ് സർവീസ്. ഇനി ചേട്ടൻ മേലെ ട്യൂബിൽ കയറില്ല അല്ലേ? യെസ്. ഇനി തിരിച്ചു പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള ടെൻഷനിലിരിക്കുക. US ആണോ UK ആണോ നല്ലത്? US മടുത്ത എന്ത്? അതെ അതെ. Times Square is Times Square, Piccadilly is Piccadilly, okay? Ayyada. കിട്ടിയിരിക്കുകയാണ്. ചേട്ടനെ പ്രൈമാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കയറ്റിയൊക്കെ. വേറെ ഒന്നുമല്ല, ചേട്ടൻ പറയാം ഞങ്ങക്ക് പ്രൈമാർക്കൊന്നുമില്ല, വോൾമാർട്ട് പിന്നെ എന്തൊക്കെയാ റോസ് ഒക്കെയാ ഉള്ളതെന്ന്. സോ ഞാൻ പറഞ്ഞു ഞങ്ങൾ ബ്രിട്ടീഷേഴ്സിന് യൂറോപ്യൻസിന് ഞങ്ങൾക്ക് പ്രൈമാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈമാർക്ക് കാണിച്ചു കൊടുക്കാൻ വന്നു. ഹൗസ് പ്രൈമാർക്ക് വല്ലതും വാങ്ങിച്ചു തരാൻ കൂടി പറഞ്ഞു. അതെ, അതിനു വേണ്ടിട്ടല്ലേ കൊണ്ടുവന്നേ. എനിക്ക് സാറേ കയറ്റണമെന്നായിരുന്നു. ഇപ്പം സാറ വേണ്ടാന്ന് വെച്ചു. എന്നാ പിന്നെ പ്രൈമാർക്ക് കയറാന്ന് വിചാരിച്ചു. കുറച്ച് ഞാൻ വാങ്ങിപ്പിക്കട്ടെ കുറച്ച് സാധനങ്ങളൊക്കെ. കഷ്ടം ഉണ്ട് ചേട്ടാ. യു ക്യാൻ യു ഇമാജിൻ അവിടെ ചേർത്തലയിൽ കറങ്ങി നടന്ന നമ്മള് രണ്ടുപേരും എവിടെ? ലണ്ടൻ. ഞങ്ങള് ലണ്ടനിൽ കറങ്ങി നടക്കുന്നു. അപ്പൊ ഞാൻ ജിബിൻ ചേട്ടന്റെ സൈക്കിളിന് വേണ്ടിട്ട്, ജിബിൻ ചേട്ടനുണ്ടല്ലോ എന്നെ സൈക്കിളിൽ കൊണ്ടുപോകത്തില്ലായിരുന്നു. എന്നിട്ട് ഞാൻ തെണ്ടണം. പിന്നെ കാരിയറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തെണ്ടണം. കപ്പാസിറ്റി എനിക്കില്ലായിരുന്നു, അറിയാലേ. അന്നൊരു 50 കിലോ പിന്നെ ഉണ്ടായിരുന്നു തോന്നാൻ. 50 കിലോ ഉണ്ടായിരുന്നു. 25 കിലോ 50 കിലോ ചുമ്മാ തള്ളി പറിക്കാൻ. ഞാൻ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. 9 കിലോയെ വെറുതെ തള്ളി പറിക്കുക. അതൊന്നും അല്ല, ചേട്ടന്റെ നാണക്കേടായിരുന്നു. കൂട്ടുകാരുടെ മുമ്പില് പെങ്ങന്മാരെയും കൊണ്ട് സൈക്കിളിന് പോയി കഴിഞ്ഞാ കണ്ടാ. അതായിരുന്നു എന്റെ ചേട്ടൻ. ആ ചേട്ടൻ ഇപ്പൊ എന്റെ കൂടെ ലണ്ടനില്. ഇനി പെട്ടി പൊട്ടിക്കണം. കൊറേ പെട്ടിയിൽ കൊറേ സാധനങ്ങളും കൊണ്ടാ വന്നേക്കണേ. പെട്ടി പോയി എടുത്ത് പൊട്ടിക്കണം. എല്ലാം ഉണ്ടല്ലോ അല്ലേ? എന്താ പിന്നെ അതൊക്കെ എങ്ങോട്ടാ നമ്മള് നടന്നു പോണേ? എലിസബത്ത് ലൈൻ അതാ. അവള് അങ്ങോട്ട് വരും. നമ്മള് മേഘനെ പിക്ക് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞില്ലേ, മേഘ ഇസ് എ പാർട്ട് ഓഫ് അവർ ഫാമിലി അല്ലേ? ഞാൻ ആദ്യമായിട്ട് കാണാൻ പോണ, എനിക്കറിയത്തില്ല. പിന്നെ ഇയാള് ഇതിനു മുന്നേ വന്നായിരുന്നല്ലോ. അവള് നാട്ടിൽ വന്നിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട്. പക്ഷെ ജിബിൻ ചേട്ടൻ വന്നപ്പോ തന്നെ അവള് ചോദിച്ചോ ഇല്ലയോ? നിങ്ങളെപ്പോഴും ഒന്നിച്ചില്ല ഫോട്ടോ ഇടുന്നു. അതാണ് ബന്ധം എന്ന് പറയണ, മനസ്സിലായോ? ജെറ്റ് ലാഗ് ഉണ്ടോ എന്ന് ചോദിക്കാം. മൊത്തത്തിൽ ലാഗി കിടക്ക. പ്രശ്നം മാത്രമേ അതെ. അവന്മാരിപ്പോ എന്തായാലും റൂമിൽ ആരെങ്കിലും വരാറുണ്ടോ? ഒരുത്തനുണ്ട് റൂമില്.
സോ ഗായ്സ്, അങ്ങനെ നമ്മൾ ചേട്ടനെ തിരിച്ചു വിടാണ്. ഒരു മാസം നിക്കായിരുന്നു. ഒരു മാസം നിക്കുന്നുണ്ട് ഇവളുടെ കൂടെ ശരിയാ, സൗത്ത് ആംപ്ടൺ വെൽ സെറ്റിൽഡ് ആയിരുന്നെങ്കിൽ എന്റെ കൂടെ നിക്കത്തുള്ളൂ അല്ലേ? എന്റെ ചെലവ് മൊത്തം പിന്നെ ഞാൻ ഹോംലി ഫുഡൊക്കെ ഉണ്ടാക്കിക്കും. ആരൊക്കെ ഉണ്ട് പണി എടുപ്പിക്കാൻ ഒരാളെയാണ് അപ്പൊ നീ നോക്കുന്നല്ലേ. പിന്നല്ലാണ്ട് പിന്നെ ആങ്ങളയോടുള്ള സ്നേഹമാണ്. അങ്ങോട്ട് പോകും. പിന്നെ ആങ്ങളയോടുള്ള സ്നേഹമാന്ന് കരുതിയോ? അങ്ങനെയാണെങ്കിൽ നീ പട്ടിണി കിടക്കത്തില്ല. എനിക്കൊന്നും ഉണ്ടാക്കാൻ. അത് ശരിയാട്ടോ. സ്വന്തമായിട്ട് നൂഡിൽസ് ഉണ്ടാക്കി സ്വന്തമായിട്ട് തിന്നുള്ളൂ, വേറൊരാൾക്കും കൊടുക്കില്ല. ആ ഒരു സ്വയം ബോധമുള്ളത് നല്ലതാ. എന്റെ ചേച്ചിയുടെ കഷ്ടകാലം. നമ്മൾ 7 മാസം കഴിഞ്ഞാണോ അല്ലേ? എന്തൊക്കെയാണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന കർത്താവേ? ഈ ഒരു ബാഗ് ഫുള്ള് ഗൈസ്. ഒരു I don't know. 7 മാസം കഴിഞ്ഞ് നാട്ടിൽ പോകും. അത് ശരിയാണല്ലോ. ഈ ജിബിൻ ചേട്ടന്റെ ഒരു കാര്യം വെച്ച് എന്നോട് എന്റെ പകുതി സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ കുത്തിയിരുന്നേ. ഇപ്പൊ കഴിക്കാത്ത കുട്ടിയായി മാറിയിരിക്കാം. മേഘ പറഞ്ഞു കൊടുക്ക്. അറിയാവാ? ഇത്രയും കോംബോ ഉണ്ട്. ഒരെണ്ണം മതി ഇപ്പൊ. Guys, we are at Sofitel. Sofitel എന്നല്ലേ? I think so. And how's your food? From London, right? Yeah. ഇതുവരെ from UK. Yeah, worth it. Jibin Chetan is always weird. And how is my brother? എന്നെ പോലെ തന്നെയല്ലേ? I mean, vibe and chali. അല്ലേ? എന്നെക്കാളും കുറച്ചുകൂടെ അടിപൊളിയല്ലേ? വേണ്ട. അയ്യോ, ടാറ്റ ബൈ ബൈ. മോട്ടിവേറ്റ്. ഇത്രയും നേരം മോട്ടിവേറ്റ് ചെയ്തോണ്ടെന്ന് മോട്ടിവേഷൻ ചെയ്യ. എനിക്ക് സങ്കടം വരണു. അങ്ങനെയല്ലല്ലോ എന്നെ മോട്ടിവേറ്റ് ചെയ്തോണ്ടിരുന്നത്. എന്താ പറഞ്ഞേ? കണ്ടാ മോട്ടിവേഷൻ ഇല്ലായിരുന്നു കേട്ടോ. നല്ല മോട്ടിവേഷൻ ആയിരുന്നു എനിക്ക് തന്നോണ്ടിരുന്നേ. ശരി എന്നാ. ബൈ 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 ബൈ. സോ ഗായ്സ്, കൂടുതൽ കരച്ചിലും പിഴിച്ചിലൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ എനിക്കാണെങ്കിൽ ഇപ്പം ഭയങ്കര കരച്ചിലും പിഴിച്ചിലും. അതുകൊണ്ട് ഞാൻ വേഗം പോന്നു. വേഗ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. ആൻഡ് ചേട്ടൻ കൊണ്ടുവന്ന പെട്ടിയുമായിട്ട് നമുക്കിത് അൺബോക്സ് ചെയ്യാം. കുറേ സംഭവ വികാസങ്ങൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. യെസ്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ലൂട്ടൻ എത്താറായിരിക്കുകയാണ്. കേട്ടല്ലോ? ട്രെയിൻ ആൻഡ് ദ പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൂട്ടനെത്തി. ഇനി see you guys soon. ചേട്ടൻ 1 മാസം ആക്ച്വലി ഇവിടെ ഉണ്ടാവും. പക്ഷേ he is not staying in London. He will be staying in Southampton and he is here for work. അതുകൊണ്ട് അങ്ങനെ എപ്പോഴും കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആശ്വാസമായിരുന്നേനെ. ബട്ട് സ്റ്റിൽ ഐ എം സോ ഹാപ്പി ബിക്കോസ് ബ്രൈറ്റണിൽ അവരെത്തിയിട്ടുണ്ട്. ബ്രൈറ്റണിൽ അപ്പുചേട്ടനും കൊച്ചും ചേച്ചിയൊക്കെ എത്തിയിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദം. അവിടെ നിന്നും എനിക്ക് കുറച്ച് പാക്കേജ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. ഇവിടെ ഒരാൾ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒന്നും അറിയാണ്ട് കിടക്കുന്നൊരു കുട്ടി. മേഘ ബൈ പറയൂ. ബൈ പറ. ബൈ.